എഴുന്നേറ്റ് നടക്കുന്ന 2 കാലം നടക്കുന്ന സമയം വരെ ഞങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പൈസ കുറവാണെങ്കിൽ ഈ 110 രൂപയ്ക്ക് നല്ല വിലയുണ്ട്. 20 ദിവസം ആകുമ്പോൾ 2200 രൂപ ഞങ്ങൾക്ക് ഞങ്ങൾ വലിയ പണ്ടൊക്കെ ഇത് ചെയ്ത 50 രൂപ 40 രൂപ 10 രൂപ അങ്ങനെയൊക്കെയുള്ള ഇത് വന്നില്ല. ഇപ്പം അത് ഞങ്ങൾക്ക് കൂടുതലായിട്ടാണ് തോന്നുന്നത്. തൊഴിലുറപ്പും കയറിയിരിക്കാൻ ദിവസം വന്നില്ല ഞങ്ങൾക്ക് വിഷമോ. 430 ഞങ്ങൾക്കൊരു 1000 വിലയുണ്ട്. നാടിൻ്റെ പഴഞ്ചൊല്ലുണ്ട്, ചവറവന്മന ദേവലക്കര കയറി വിരിച്ച് ഈപ്പിഴയ്ക്കും. ഒരു ദിവസം രാവിലെ മുതൽ ജോലിയെടുത്താൽ കിട്ടുന്നത് 110 രൂപ. എങ്കിലും അവർ തൃപ്തരാണ്. നാടിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കയർ പിരിക്കുന്ന ജോലി തങ്ങളിലൂടെ നിലനിൽക്കുന്നു എന്ന തിരിച്ചറിവ്. തേവലക്കരയിലെ ഈ വീട്ടമ്മമാരെ കണ്ടു നോക്കൂ. പരാതിയും പരിഭവവുമില്ല. ജോലിസ്ഥലത്തെ സമാധാനവും സന്തോഷവും ഇഷ്ടപ്പെട്ട ജോലിയുമാണ് ഏറ്റവും വലുതെന്ന് ഇവർ കാണിച്ചു തരുന്നു. ആയിരക്കണക്കിന് രൂപ ശമ്പളം ലഭിക്കുന്ന ജോലിയുള്ളപ്പോഴും ഈ വ്യവസായത്തിലെ അവസാന തലമുറയാണ് തങ്ങളെന്ന തിരിച്ചറിവും ഇവരെ പുലർച്ചെ മുതൽ ജോലിയിൽ തുടരാൻ പ്രേരിപ്പിക്കുന്നു. ഇവരുടെ കൈച്ചുറുക്കിലൂടെ വിപണിയിലേക്ക് എത്തുന്ന കയർ വ്യവസായത്തിലെ 110 രൂപയുടെ ജോലി വിശേഷങ്ങൾ കണ്ടു നോക്കാം. രാവിലെ 7:30 നിൽക്കും, 1 മണിയാകുമ്പോഴത്തേക്ക് തീരും. നമ്മുടെ മക്കളൊന്നും ഇതിലോട്ട് വരുന്നില്ലല്ലോ. അവർക്ക് കേൾക്കുമ്പോൾ ദേഷ്യം. അവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അവർക്കിതൊന്നും ഇഷ്ടമല്ല. അവരൊക്കെ വേറെ ലെവലിലുള്ള ആൾക്കാരായി. അടുത്ത തലമുറ 110 രൂപയ്ക്ക് വേണ്ടി പിരിച്ചിട്ടും കാര്യമില്ല. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മളെ സാഹചര്യം അതായതുകൊണ്ട് നമ്മളന്ന് അങ്ങനെയൊക്കെ ഇതൊക്കെ പഠിച്ച് ഇപ്പൊ ഇതും ചെയ്യുന്നതേ ഉള്ളൂ. ഞങ്ങൾ അതായത് ഒരു മാസത്തിൽ ഒരു 20 ദിവസമെങ്കിലും ഇത് ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് 2200 രൂപ ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾക്ക് വലിയ കാര്യം. ഈ ദിവസം 110 110 രൂപ ഒരു കുറവായിട്ട് തോന്നും. പക്ഷെ ഞങ്ങളൊരു 20 ദിവസം മാസം എന്തായാലും ചെയ്യാൻ ഉദ്ദേശിക്കും. 20 ദിവസം ആകുമ്പോൾ 2200 രൂപ ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾ വലിയ കാര്യം, എല്ലാ കാര്യങ്ങളും നടക്കും. ഒന്നാമത്തെ കാര്യം അസുഖങ്ങളെല്ലാം ഒരു കുറേ ശരീരം വിയർത്ത് പോകുന്നുണ്ട്. നമുക്കൊരു വിദ്യാഭ്യാസമൊക്കെ കുറവാണ്. നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ ഇതേ ഉള്ളു ജോലി. അതുകൊണ്ട് ഇതിനും തൊഴിലുറപ്പിനും പോകുന്നു. സന്തോഷത്തോട് ചെയ്യും. തൊഴിലുറപ്പും കയറിയിരിക്കാൻ ദിവസം വന്നില്ല ഞങ്ങൾക്ക് വിഷമോ. ഞായറാഴ്ച പിന്നെ ഞങ്ങൾ ഒരു ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കും. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ കാണും. അവരിങ്ങനെ കെട്ടട കൊണ്ടിടും. അത് ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ച് തലേന്ന് വെള്ളം ഒഴിച്ചിട്ട് വേറൊരു ചേച്ചി വന്ന് കുടയും. കമ്പിനടിച്ചു അത് പിന്നെ ഞങ്ങൾ അടുക്കാക്കി, ഇങ്ങനെ കുടഞ്ഞടുക്കാക്കി വെച്ചിട്ട് വട്ടി തെർത്ത് വെക്കും. തെർത്ത് വെച്ചിട്ട് മാലി അറിയാവുന്നവർക്കുണ്ടല്ലോ വെക്കും. തൊടുത്തി പിരിച്ചോണ്ട് പോകും. മാലി എടുക്കാൻ പഠിക്കണം, അല്ലാതെ വരത്തില്ല ഇതിങ്ങനെ. സ്കൂളിൽ പോകാൻ വരെ പഠിച്ച് ഇതിനോട് ഉള്ള ഒരിതാണ്. ഇതിന്റെ പേരാണ് മാലി എന്ന് പറയുന്നത്. ഇതാ മാലി. മാലി രണ്ടും കൂടെ അടച്ചു തന്നെ തിരിച്ച് കയറാവും. നമ്മൾ പഠിക്കാതെ ഒന്നും നോക്കത്തില്ല. ഇപ്പൊ നിങ്ങളത് എടുത്ത് നോക്കാൻ വരത്തില്ല, മാലിയായിട്ട് വരത്തില്ല. എത്ര വർഷം കൊണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്? ഞങ്ങളുടെ അമ്മമാരൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അമ്മമാരൊക്കെ ഇതായിരുന്നല്ലോ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കണ്ട് പഠിച്ചതാ. ഞങ്ങളൊക്കെ കൊച്ചു 13-12 വയസ്സ് വരെയൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. ശരിക്കും വരും ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. നാണക്കേടൊന്നുമില്ല, ഒരു നാണക്കേടുമില്ല. സംതൃപ്തിയാ. ഇത് റാട്ട് കറക്കും. റാട്ടെന്നതിന് പറയുന്നു. പിന്നെ കറക്കും. കറക്കുമ്പോൾ അവർ മാലി എടുത്തുകൊണ്ട് പോകും. രാവിലെ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന റാട്ടില് ഇപ്പം ഞങ്ങൾക്ക് നിൽക്കണം, അത്യാവശ്യം ഇടത്തിന് പോകണമെങ്കിൽ ഇച്ചിരി നേരത്തേക്ക് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ പോയിട്ട് കാര്യം സാധിച്ചിട്ട് വന്ന് ഞങ്ങൾക്ക് വേണേൽ പിന്നെ ചെയ്യാം. അതല്ലെങ്കിൽ അന്നത്തേക്ക് നിർത്തിയിട്ട് പിറ്റേന്ന് അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യും. തൊഴിലുറപ്പിന് പോയാൽ പിന്നെ അവരോട് ചോദിക്കണം, ഒരിടത്തുനിന്ന് പോകണോ അല്ലെങ്കിൽ വൈകുന്നേരന്മാർ പോകുന്ന അത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്നാലും പോകാതിരിക്കത്തില്ല. ഫോട്ടോ എടുക്കുമ്പോൾ കാണണം, ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതാകുമ്പോൾ പിന്നെ അങ്ങനെ ഒന്നുമുള്ള ഇതില്ല. പൈസ ഇച്ചിരി കുറവാണ്. 130 കിട്ടും. 130 ഉള്ളു. 430 ഞങ്ങൾക്കൊരു 1000 വിലയുണ്ട്. സമയം പോകാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു ചെറിയ ചില്ലറയും കിട്ടും. ഞങ്ങൾ സന്തോഷമൊക്കെ ചെയ്യുന്നതിന്. പിന്നെ ഞങ്ങൾ പണ്ടേ ഞങ്ങളുടെ കുടുംബപരമായിട്ട് ഇത് ചെയ്യുന്ന ജോലിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. സ്കൂളിൽ പോലും പോകാതെ വന്നിരുന്നുകൊണ്ട് കയറ് വിരിക്കുന്നത് ആദ്യം കറക്ക് പഠിച്ച് പിന്നെ അത് പിരിച്ച് പഠിച്ച്. അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾക്ക് അതിനോട് താല്പര്യം. അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നു. അന്ന് മൊബൈലില്ല. പറഞ്ഞ സ്കൂളിൽ പോകാൻ വരെ ഇത് ഉണ്ടായിട്ട് മടിയായിരുന്നു. ഇത് വന്ന് നമ്മൾ കറക്കുമ്പോൾ അമ്മ പൈസ കിട്ടത്തില്ല. അന്നൊക്കെ സന്തോഷമായിരുന്നു. പൈസ കുറവാണെങ്കിൽ ഈ 110 രൂപയ്ക്ക് നല്ല വിലയുണ്ട്. പണ്ടൊക്കെ ഇത് ചെയ്ത 50 രൂപ 40 രൂപ 10 രൂപ അങ്ങനെയൊക്കെയുള്ള ഇത് വന്നില്ല. ഇപ്പം അത് ഞങ്ങൾക്ക് കൂടുതലായിട്ടാണ് തോന്നുന്നത്. വിഷമമൊന്നുമില്ല, ഒരു വിഷമമില്ല. ചെയ്യാൻ ആരോഗ്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുക. വെറുതെ ഇരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലൊരു
വ്യായാമം കിട്ടുന്നുണ്ട് ശരീരത്തിന്, മനസ്സിന് സംതൃപ്തിയുണ്ട്. പിന്നെ പെണ്ണുങ്ങൾക്ക് അമ്പലത്തിൽ പോകാനും അതിനൊക്കെ ഭർത്താക്കന്മാരെ ആശ്രയിക്കാതെ ചില്ലറ വരുമാനമാവും. കൈമണി ആരെ ആശ്രയിക്കണ്ട, ആരെ ആശ്രയിക്കാതെ അമ്പലത്തിൽ പോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെ ഒരു വിശേഷം കൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് പോകാൻ. അതിന് വിലയുണ്ട്. വലിയ വലുപ്പമല്ലേ അത് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ട് ഉണ്ടാക്കുന്ന പൈസയല്ലേ. ഞങ്ങളല്ലെങ്കിലും അടുത്ത തലമുറകൾ ഇനിയും ഉണ്ടല്ലോ. ഇപ്പോൾ വലിയ മൂത്ത തലമുറകൾ മാറിയിട്ട് ഞങ്ങൾ ഏറ്റെടുത്തേ. ഇനിയുള്ള പിള്ളേരാരും പലരോടും ശ്രദ്ധിക്കാറില്ല. ഞങ്ങൾ എഴുന്നേറ്റ് നടക്കുന്ന 2 കാലം നടക്കുന്ന സമയം വരെ ഞങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ തന്നെ പ്രാർത്ഥിക്കും. ദൈവത്തോട് അതേ ഉള്ളൂ പറയാൻ.